ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നായിരുന്നു നാട്ടിലേക്ക് പോകുന്ന ദിവസം. ഏകദേശം രാവിലെ ഒരു 5:45 അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഏകദേശം ഒരു 8:30 ആകുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് റെഡിയായിരിക്കുന്നതുകൊണ്ട് സിയൊക്കെ അറിയായിരുന്നു എവിടെയോ പോകുന്നു എന്നുള്ള കാര്യം. പക്ഷെ സ്വസ്തിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നമ്മളവിടുന്ന് പോകുമ്പോൾ. അങ്ങനെ രാവിലെ അല്ലും കുറേ കരഞ്ഞിട്ടൊക്കെ ആയിരുന്നു മദ്രസിലൊക്കെ പോയിട്ടുണ്ടായത്. അങ്ങനെ ഒരു 8:45 അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സിയ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവൾക്ക് എന്താ എങ്ങനെയാണെന്ന് അറിയില്ല, അവൾക്ക് എവിടെയെങ്കിലും ടാറ്റ പോയാൽ മതി. പക്ഷെ എനിക്കാണെങ്കിൽ മൊത്തത്തിൽ വെപ്രാളായിരുന്നു. ഒന്നാമത് ഭയങ്കര ടയേർഡായിരുന്നു. കാരണം എന്താ വെച്ചാൽ തലേ ദിവസമായിരുന്നു നമ്മൾ ഓണപ്പരിപാടി ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ വടംവലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കാലൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പറഞ്ഞതാണ് പരിപാടിക്കൊന്നും ഇല്ലാന്ന്. പക്ഷെ അവരൊക്കെ നിർബന്ധിച്ചപ്പോൾ ഒരു രസമല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ കൂടിയതാണ്. പക്ഷെ പണി കിട്ടിയത് എനിക്കായിരുന്നു കേട്ടോ. പിന്നെ ആകെപ്പാടെ ഒരു വെപ്രാളം എന്ന് പറഞ്ഞത്, ഞാൻ ആദ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഫ്ലൈറ്റിൽ കയറുന്നത് മാത്രമല്ല, എനിക്ക് എയർപോർട്ട് കണ്ട ഓർമ്മ കൂടിയില്ല. എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ പോകുന്ന പോക്ക്. നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവിടെ പോയി ഒന്നും അറിയാനില്ല, എല്ലാം പെട്ടെന്ന് ആയിക്കോളും. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടും, അവരോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ മതി എന്നായിരുന്നു കേട്ടോ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. എന്നാൽ കുഴപ്പമില്ല, വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വെച്ചാൽ ഞാനും വണ്ടിയിൽ കയറിയിരുന്നു. പക്ഷെ എന്നാലും ഒരു ടെൻഷനായിരുന്നു. ഒറ്റക്കാണെങ്കിൽ ചിലപ്പോൾ ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. സീൻ കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ടെൻഷൻ. എനിക്ക് അവളെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ വലിയ ടെൻഷൻ എന്ന് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിൽ ഭയങ്കരത്തിലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഓർമ്മയെ ഉണ്ടായിരുന്നില്ല, കാരണം പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. എന്നാൽ ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എയർപോർട്ടിനകത്ത് കയറിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇവിടുത്തെ വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഗേജ് കൊടുക്കുന്നവരെ ആൾക്കാർക്ക് നമ്മുടെ ഒന്നിച്ച് വരാനുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കര സമാധാനമാണ് കേട്ടോ. അപ്പോൾ സി ആണെങ്കിൽ എയർപോർട്ട് കണ്ടിട്ടും ഓരോ ആൾക്കാരെ കണ്ടിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കണ്ടായിരുന്നു. അപ്പോൾ അതുവരെ അറിയായിട്ടുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ബോർഡിംഗ് പാസ് വാങ്ങിക്കാനായിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു കേട്ടോ. ആളാണെങ്കിൽ ഫോണിൽ ഭയങ്കര വർത്താനം, ഭയങ്കര ഫോണിൽ ചാറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ആളെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറ സൈഡ് ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരു പോലീസാണ് എന്നോട് പറഞ്ഞത് ഇപ്പുറ സൈഡ് പോയി നിന്നു. അവിടെ ആണെങ്കിൽ ആൾ എന്നെ മൈൻഡ് ആക്കുന്നോടില്ല. ഞാൻ കുറേ ടൈം വിളിച്ചിട്ട് ആൾ ഒട്ടും മൈൻഡ് ആക്കിയില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം കുട്ടികളൊക്കെ എടുത്തിട്ട് ഇതുപോലെ കുറേ സമയം നിൽക്കുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും നമ്മൾ. അതുമല്ല ആദ്യമായിട്ട് പോകുമ്പോൾ പിന്നെ പറയേണ്ടി വേണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആൾ എന്നെ കണ്ടപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് നേരെ പുറത്ത് വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഗേറ്റൊക്കെ തപ്പി പിടിച്ച് അവിടെ പോയി ഇരുന്നപ്പോൾ പിന്നെ അരേട്ടൻ വിളിച്ചപ്പോൾ അവളെ അച്ഛ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുണ്ടായിരുന്നു. അതിനിടയിൽ അവൾക്ക് പറ്റാവുന്ന കുത്തക്കടക്ക് അവൾ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഫോൺ സാധാരണ കൊടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും അടങ്ങി ഇരുന്നോട്ടെ കുറച്ച് സമയം വെച്ചിട്ടാണ് ഈ കൊടുക്കുന്നത്. അപ്പം പിന്നെ എന്നോട് എല്ലാ കാര്യങ്ങളും ഇത്ര ടൈമിന് ഇത്ര കാര്യങ്ങൾ നടക്കുന്നുള്ളത് അരേട്ടനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതനുസരിച്ചിട്ടായിരുന്നു ഞാൻ നീങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ 12:35 ഫ്ലൈറ്റ് ഏകദേശം ഒരു 12:15 ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് വിളിക്കാമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു 11:45 ആകുമ്പോൾ താഴെ ബാത്റൂമിലേക്ക് പോയി സിയുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ഇരുന്ന് കുറച്ച് സമയം ആകുമ്പോഴത്തേനും ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വിളിച്ചു. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് താഴെ പോയി ഇരിക്കുമ്പോഴത്തേനും ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് 12 മണി ആകുമ്പോഴത്തേനും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലും കയറി. അങ്ങനെ ഡയപ്പറും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഫ്ലൈറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യാനായിരുന്നു പറഞ്ഞത്. പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു കേട്ടോ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട്. പിന്നെ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം 12:35 ഫ്ലൈറ്റ് 12:20 ആകുമ്പോൾ തന്നെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് വേഗം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ കയറിയത് അപ്പം തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊന്നും തട്ടിക്കൊടുത്തത് ഉണ്ടായിട്ടുണ്ട്. അവള് രാവിലെ 6 മണിയാകുമ്പോഴത്തേനും എണീറ്റാണ്ട് അത്ര വേഗം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മരുഭൂമിയിൽ നിന്ന് നമ്മൾ നേരത്തെ പോവുകയാണ്. ഈ ഫ്ലൈറ്റിൽ ഒരു 3-3.5 മണിക്കൂർ ഇരിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ലല്ലേ. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഫസ്റ്റ് വരുന്ന സമയത്ത് വലുതായിട്ട് അറിയുന്നുണ്ടായില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ നല്ല എണീറ്റു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് പോയതുകൊണ്ട് അവൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് പഴവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗ്യാപ്പിലൊന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല, ബാക്കിൽ പോകണം. അങ്ങനെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് ലാൻഡ് ചെയ്തു. ഏകദേശം ഒരു 5-5:15 ആകുമ്പോഴത്തേനും ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഓരോ ആൾക്കാർ പോകുമ്പോൾ അയ്യം തന്നെ ഞാൻ ഓടി പോയിട്ട്
എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, പെട്ടെന്ന് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ നമ്മളെ വീട്ടിലെല്ലാവരും വന്നിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നും അറിയാത്ത ഞാൻ വളരെ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇതേ പുറത്ത് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ആ മരുഭൂമിയിൽ നിന്ന് കയറിയിട്ട് ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വണ്ടിയിൽ കയറിയപ്പോൾ അതേ ഭയങ്കര മഴ. അവിടുന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. സിയക്ക് ഫോണിൽ വിളിച്ച പരിചയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ ഫസ്റ്റ് തന്നെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ചെറിയായിട്ടൊന്ന് കരയാൻ തുടങ്ങി കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ പിന്നെ ഭയങ്കര കൂട്ടായി അവരുമായിട്ട്. അങ്ങനെ പിന്നെ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു. അതുപോലെ തന്നെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഒരുപാട് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ വഴിനീളുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സിയ ഇതൊക്കെ കാണുമ്പോൾ എന്ത് സംഭവം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ചപ്പോൾ അവൾ ഡാൻസ് ഒക്കെ കളിച്ചപ്പോൾ അവരുടെ മൂഡ് ഏകദേശം ശരിയായിട്ട് വന്നു കേട്ടോ. മംഗലാപുരത്തിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായത്. അപ്പൊ അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ദൂരമുണ്ട് വീട്ടിലേക്ക്. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നല്ലോണം ഉള്ളതുകൊണ്ട് പിന്നെയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ സിയ എന്നെ കണ്ടാൽ പിന്നെ ഒട്ടും തന്നെ മാറാറില്ല കേട്ടോ. ഇതിപ്പോൾ ഇവർ കണ്ടപ്പോൾ ഇവർ മതിയെന്നായി. അപ്പൊ ഞാൻ വെച്ചോ സമാധാനമായി കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 7:30 ആകുമ്പോൾ നേരെ വീട്ടിലേക്ക് എത്തിട്ടോ. ചിഞ്ചുമായിട്ട് വേഗം അവൾ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ ആരും നോക്കാതെ വേഗം പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചുട്ടോ. എനിക്ക് വിശന്നിട്ട് കഴിയുന്നുണ്ടായില്ല. അങ്ങനെ നല്ല കുരുമുളകിട്ട ചിക്കൻ കറിയും ചോറും ആയിരുന്നു കേട്ടോ കഴിക്കുന്നത്. എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പായിരുന്നു. ഉച്ചക്കൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ കൃഷ്ണപ്പാട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ സിയ പോയിട്ട് അവിടെ അലമ്പായിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്ര മാത്രമാണ് എൻ്റെ ഈ ഒരു നാട്ടിലേക്കുള്ള വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.